ഒരുപാട് ഷോറൂംസ് വിക്രാന്തങ്കാഭരണങ്ങൾ എന്ന് പറഞ്ഞ് അതെ ഒരുപാടുണ്ടല്ലോ പറയുന്നുണ്ട്. പക്ഷെ ആരും ഗോൾഡ് ലെയർ ചെയ്യുന്നില്ല, ലാക്കറാണ് ചെയ്യുന്നത്. ജ്വല്ലറിക്കൊക്കെ എത്ര നാളത്തെ ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി ആണ് നമ്മൾ നൽകുന്നത്? അതിന്റെ എല്ലാ പ്രോഡക്ട്സിനും 2 ഇയറിനുള്ളിൽ 1 ടൈം ഫ്രീ സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാലും ലൈഫ് ടൈം പെയ്ഡ് സർവീസ് ഉണ്ട്. ഒന്ന് ആന്റി അലർജിക് ആണ് നമ്മളുടെ ഓർണമെന്റ്സ്. ചില ആൾക്കാർ പറയില്ലേ സ്വെറ്റ് ചെയ്ത് കഴിച്ചിട്ട് അങ്ങനത്തെ ഇതൊന്നും വരില്ല. പറക്കാട്ടിന്റെ ഓർണമെന്റ്സ് നമ്മൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഗുരുവായൂർ അമരപ്രഭു എന്ന് പറയുന്ന ഐഡലാണ് ലാലേട്ടൻ മോദിജിക്ക് കൊടുക്കുന്നത്. ആ ഒരു ഫോട്ടോയാണ് ഇപ്പം മോദിജി തന്നെ ട്വിറ്ററിലെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കേ, 1 ലക്ഷം രൂപ മുടക്കാൻ കയ്യിൽ വേണ്ടേ? അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ റെന്റൽ ജ്വല്ലറി കളക്ഷൻസ്. ഇതെല്ലാം റെന്റൽ ജ്വല്ലറീസ് ആണ്. ഒരു വളയൊക്കെ 50 രൂപ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നെക്ലേസിന് 100 രൂപ മതി റെന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മാല നെക്ലേസ് ഇവിടുന്ന് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പല പല സംഭവങ്ങൾ സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ദുബായിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പർച്ചേസ് ചെയ്ത് പോകുന്നവരുണ്ട്. ഫ്രഷപ്പ് ചെയ്യാൻ ഇവിടെ വാഷ്റൂമും ബാക്കി എല്ലാ ഫെസിലിറ്റി ഉണ്ട്. വേറെ ഹോട്ടൽ റൂം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായില്ലേ? ഇവിടെ വന്ന് തങ്ങിയാൽ മതി. എല്ലാം കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ്. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംതിങ് സ്പെഷ്യൽ എല്ലാവർക്കും ശരിക്കും യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു കണ്ടന്റ് ആണ് ഞങ്ങൾ കാണിക്കാൻ പോണത്. എല്ലാവർക്കും ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലായിക്കോട്ടെ, വെഡിങ് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന, നമ്മൾ ലേഡീസിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ജ്വല്ലറി അത് എത്ര കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയത് പിന്നെയും വേണമെന്ന് തോന്നും. എന്നാൽ നമുക്ക് സ്വർണ്ണം വാങ്ങാന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും അഫോർഡബിൾ ആയി എന്ന് വരില്ല. അവിടെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ ഈ ഇന്നത്തെ സംതിങ് സ്പെഷ്യലിൽ കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരാൻ പോണത്. കാരണം ഞാനിപ്പോ നിൽക്കുന്നത് പറക്കാട് ജ്വല്ലറിയിലാണ്. പറക്കാട്ടിനെ കുറിച്ചൊക്കെ അറിയാലോ. കൂടുതലായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വാ, നമുക്ക് ഷോറൂമിനുള്ളിലേക്ക് കയറാം. വരും. ഹലോ, ഹൈ, വാ. ഇതാണ് പറക്കാട്ടിന്റെ എല്ലാം അങ്ങോട്ട് ക്യാമറ തിരിച്ച്. ഇതാണ് പ്രീതി ചേച്ചി. ഞങ്ങൾ പലതവണ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. നമ്മുടെ മൈൽസ്റ്റോൺ ഫാമിലി മെമ്പർ തന്നെയാണ്. നമ്മളുടെ ഒരുപാട് ഷോസും നമ്മുടെ ഫംഗ്ഷൻസിനും ഒക്കെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറെ പേർക്കെങ്കിലും അറിയാം. ഇതാണ് പ്രീതി ചേച്ചി. ഓക്കെ, യെസ് പ്രീതി ചേച്ചി. നമ്മൾ പറക്കാട്ട് ഇതൊക്കെ ഇവരുടെ കൂടെയുള്ള ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഇവരെല്ലാവരും. കാരണം ഞങ്ങൾ മൈൽസ്റ്റോൺ നമ്മുടെ ഷൂട്ടും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ പറക്കാട്ട് വരാറുണ്ട്. കാരണം ഇതിന്റെ മേളിൽ ഒരു നല്ല സ്റ്റുഡിയോ ഫ്ലോർ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം പറക്കാട്ടിനെ സ്പെഷ്യൽ ആക്കണത്, പറക്കാട്ട് എന്ന് പറയണത് എത്ര വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരാണ്. അതിന്റെ ആ ഒരു റിലയബിലിറ്റിയാണ് ഇന്നും വിശ്വസിച്ച് നമുക്ക് പറക്കാട്ടിൽ വന്ന് സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നവരുണ്ട്. എത്രയോ പേരാണ് റെഗുലർ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള, അല്ലേ ചേച്ചി? ഒരുപാട് പേര്. അപ്പോ എന്തുകൊണ്ട് നമ്മൾ പറക്കാട്ട് ഇന്നിപ്പോ ചൂസ് ചെയ്യണം? സ്വർണത്തിന്റെ വിലയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, 1 ലക്ഷത്തിന് മേളിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ സ്വർണത്തിന് ഇത്രയും വില കൂടുതൽ വരുമ്പോ നമുക്കിപ്പോ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ഒരുപാട് കിട്ടാനുണ്ട്, ഒരുപാട് മാർക്കറ്റിലുണ്ട്. പക്ഷെ നമുക്ക് കോൺഫിഡൻസോടുകൂടെ, അതായത് ഗോൾഡ് ആണെന്ന് എല്ലാരും ഗോൾഡാന്ന് പറയാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആരും ഞാൻ ഇട്ടേക്കുന്ന ഇമിറ്റേഷൻ ആണ്, ഫാൻസി ആണെന്ന് പറയാൻ ഉദ്ദേശിക്കണില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇട്ടിട്ട്, അത് പറക്കാട്ടാന്ന് ഏതായാലും ഒരിക്കലും പറയുകയല്ല, അതെനിക്കറിയാം. കാരണം പറക്കാട്ടാന്ന് പറയുന്നതിലും മോശം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് മുകളിലേക്ക് ഇത് ഡയമണ്ട് ആണ് അല്ലെങ്കിൽ ഇത് ഗോൾഡ് ആണെന്ന് പറയാനായിരിക്കും എല്ലാവരുടെയും ഒരു വാനിറ്റിയിലെ മനസ്സിലെ ആഗ്രഹം. ഞാൻ ഇത്ര പവൻ സ്വർണ്ണമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ അതിനെന്താണേലും കേരളത്തിൽ നല്ല, ഇന്ത്യയിലല്ല, ഇതേപോലെ ഒരു ബെസ്റ്റ് ചോയ്സ് വേറെ ഇല്ല. കാരണം നമ്മൾ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളുടെ വർക്കുകൾ എന്ന് പറയുന്ന എല്ലാം ഓൾമോസ്റ്റ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട്, അതായത് നമ്മളുടെ പഴയ കാലത്തെ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത്, പിന്നെ നമ്മളുടെ എന്താ പറയുക സ്റ്റോൺസ് എല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിനിമം AAA CZ എന്തൊക്കെ പറയുന്നത്, അതായത് ക്യൂബിക് സിർക്കോണിയ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ 5A 7A വരെയുള്ള, അല്ലെങ്കിൽ സുരോസ്കി പോലുള്ള സ്റ്റോൺസ്, അത്രയും ക്വാളിറ്റിയുള്ള സ്റ്റോൺസും കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർണമെന്റ്സിൽ ഉപയോഗിക്കുന്ന ബീഡ്സ് അല്ലെങ്കിൽ റിയൽ പേളൊക്കെ ഇപ്പോൾ ഗോൾഡിൽ പോലും ശരിക്കും ഉപയോഗിക്കാനില്ല. സ്വരോസ്കി പേൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഗോൾഡ് ജ്വല്ലറി പോലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് റിയൽ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയാ, പുറമേ ഉള്ളത് ഔട്ടർ ലെയർ 24 ക്യാരറ്റ്, ഗോൾഡിലാണ് 22 ഉള്ളൂ, ഇത് 24 ക്യാരറ്റ് ഗോൾഡാണ് ലെയർ ചെയ്യുന്നത്. പിന്നെ സ്റ്റോൺസ് എന്ന് പറയുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ്സ് അതൊക്കെ ഇടുന്നതൊക്കെ റിയൽ സ്റ്റോൺസ് തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കോൺഫിഡൻസോട് കൂടി പറയാം ഞാൻ ഇപ്പോ എന്താ പറയാ ഗോൾഡ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നതെന്ന് പറയാം. അതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഓർണമെന്റ് ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് സർവീസസ് കൊടുക്കുന്നുണ്ട്. മീൻസ് ഇപ്പോൾ ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് കല്യാണത്തിന് ഇങ്ങനെ വേദിയിൽ നിറഞ്ഞൊക്കെ നിൽക്കണം, നല്ല ഫോട്ടോയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് 100 പവൻ 500 പവൻ എന്ന് പറയുന്ന പോലെ നിൽക്കണം. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള എല്ലാ ഓർണമെന്റ്സും കസ്റ്റമൈസും ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഒരു കസ്റ്റമൈസേഷൻ, ഒരു പാർട്ടിയുടെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന എല്ലാം നല്ല കണ്ടോ, ഇതൊരു പാർട്ടിക്ക് വേണ്ടിട്ട് ഇപ്പൊ ഇവര് റെഡിയാക്കി വെച്ചിരിക്കുന്നതാ. അതെ. ഓക്കെ, അപ്പൊ അതാ യെല്ലോ ഗോൾഡിലുണ്ട്, ആന്റിക്കിലുണ്ട്, പിന്നെ ചെട്ടിനാട്, അതിലെല്ലാം ഏത് വേണമെങ്കിലും ഉണ്ട്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പീസ് ഇവരുടെ എക്സ്ക്ലൂസീവ് പീസസ് കാണിച്ചു തരാം. അത് കാണുമ്പോഴാണ് പ്രീ ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ചില പീസ് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ ഇത് റെപ്ലിക്കയാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനൽ ഗോൾഡ് അല്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ പറക്കാട് ജ്വല്ലറിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു മാലയോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഡൗട്ട് ആവുകയുള്ളൂ, ഇത് വെച്ച് സ്വർണ്ണക്കടയിൽ പോയത് സ്വർണ്ണമാണെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ. അതാണ് പറക്കാട്ടിന്റെ ഫിനിഷിങ്. അത് ഞങ്ങൾ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ പറയുന്നതിനകത്തുള്ള ആ ഒരു സത്യാവസ്ഥ. ചേച്ചി നമുക്ക് സംസാരിച്ചോണ്ട് പോകാം. അതെ അതെ അതെ. ഗോൾഡിൽ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ അവിടുത്തെ വെയിറ്റ് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഗോൾഡിൽ ഒരു കൺസേൺ ആണ്. നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഫിനിഷ് ഒക്കെ കുറച്ചുകൂടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ ഓർണമെന്റ്സിൽ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം വെയിറ്റ് അല്ലല്ലോ ഇതില്. ഇൻസൈഡ് വരുന്നത് പ്യുവർ കോപ്പർ അല്ലെങ്കിൽ സിൽവർ കോപ്പർ മിക്സ് ആണ് ബേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ആന്റി അലർജിക് ആണ് നമ്മളുടെ ഓർണമെന്റ്സ്, വാട്ടർ പ്രൂഫാണ്. സാധാരണ ഇമിറ്റേഷൻ ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം തൊട്ടാ പ്രശ്നമാണ്. ചില ആൾക്കാർ പറയില്ലേ സ്വെറ്റ് ചെയ്ത് കഴിച്ചാൽ ആൾക്കാർ വല്ലാണ്ട് സ്വെറ്റ് ചെയ്യും. അപ്പൊ ഇതിന് അങ്ങനത്തെ ഇതൊന്നും വരില്ല. പറക്കാട്ടിന്റെ ഓർണമെന്റ്സ് നമ്മൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ അതേപോലെ തന്നെ പറക്കാട്ടിന്റെ ജ്വല്ലറി മാത്രമല്ല, നമുക്കുള്ള മെയിൻ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഐഡൽസ്. അതെ, എന്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ് പറക്കാട്ട് വന്നിയമ്മ. കാരണം ഇവിടെ നിന്നുള്ള കുറെ പീസസ് ഞങ്ങൾ തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിൽ നമുക്കൊന്ന് ഭംഗിക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ നല്ല എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. അത് പറക്കാട്ടിന്റെ ഈ ഷോറൂം മാത്രമല്ല കേട്ടോ, പറക്കാട്ടിന്റെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഷോറൂം ഉണ്ട്. ഏത് ഷോറൂമിൽ പോയാലും കുറച്ച് എക്സ്ക്ലൂസീവ് പീസസ് ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലത്തേക്ക് നിങ്ങൾ നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഷോറൂം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ഷോറൂമിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഇത് അവർ റെഡിയാക്കി തന്നിരിക്കും, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതെ, നമ്മളൊരു ഡിസൈൻ കൊടുത്താൽ തന്നെ അവർ അതനുസരിച്ച് നമുക്കത് ചെയ്തു തരും. ഇതിലെ ഓരോന്നിലും ഉള്ള മൈന്യൂട്ട് ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം അതിന്റെ ക്ലാരിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിന്റെയൊക്കെ വെയിറ്റ് തന്നെ മനസ്സിലാവും, എന്ത് നല്ല വെയിറ്റ് ആണെന്ന് പറയും. പിന്നെ ഇതിന്റെ ഓരോ വർക്ക് നോക്കണം, എന്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇത് ചെയ്തിരിക്കണമെന്ന് അറിയോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇത് മാത്രമല്ല, ഇത് കളറും പോയില്ല കേട്ടോ. എന്റെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഇതൊന്നും ചില സാധനങ്ങൾ നമ്മൾ വാങ്ങി കുറെ നാളുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ആയി കുറച്ചൊന്ന് ഡള്ളാവാം. അതിനെല്ലാം നമ്മൾ 5 ഇയർ റീപ്ലേസ്മെന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇത്ര ചെറുതൊന്നുമല്ല, ഹ്യൂജ് വേണോ അതും ഇവര് റെഡിയാക്കി തരാം. നമ്മള് ലാലേട്ടന് ഇപ്പൊ ഒരു ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയല്ലോ. അപ്പൊ മോദിജി ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട്. അപ്പൊ അതില് പോലും കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഒരു മരപ്രഭു, ഗുരുവായൂർ അമരപ്രഭു എന്ന് പറയുന്ന ഐഡലാണ് ലാലേട്ടൻ മോദിജിക്ക് കൊടുക്കുന്നത്. ആ ഒരു ഫോട്ടോയാണ് ഇപ്പം മോദിജി തന്നെ ട്വിറ്ററിലെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത്. കൂടാതെ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഇപ്പൊ നിങ്ങളുടെ നമ്മുടെ TV അവാർഡ്സിനൊക്കെ നമുക്ക് പറക്കാട്ടായിരുന്നു ഇങ്ങനെ ട്രോഫി ഒക്കെ നമ്മുടെ കൊടുത്തിരുന്നത്, മെമെന്റോസ് ഒക്കെ. അപ്പൊ ഇതൊക്കെ പിന്നെ ഇതേപോലുള്ള നമ്മളുടെ അത്യാവശ്യം ഗവൺമെന്റ് രീതിയിലുള്ള പർപ്പസിനെല്ലാം വേണ്ടിയിട്ടുള്ള ഇതുണ്ട്.
അപ്പോൾ അതേപോലെ ഞാൻ ഇതുപോലത്തെ എനിക്ക് ഇത്തരത്തിലുള്ള കുറേ ഇങ്ങനെ ട്രോഫി കിട്ടിയിട്ടുള്ള ഒരാളാണ്. നമുക്കറിയാം ചിലത് കിട്ടുമ്പോൾ നല്ല വെയിറ്റ് ആണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല മസ്ബൂത്താണ്. എന്നാൽ ചിലത് ഭയങ്കര ഹൽക്ക നമുക്ക് തോന്നും വെയിറ്റ് ഇല്ലാതെ. പറക്കാട്ടിന്റെ ഏതൊരു പീസിലും ആ ഒരു ഇതാണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്ട്രോങ് ആണ് സംഭവം. കാരണം ഞങ്ങളുമായിട്ടുള്ള റിലേഷൻ പോലെ തന്നെ വളരെ സ്ട്രോങ് ആണ്. യെസ്, ഇതൊക്കെ കണ്ടില്ല, ഇതെല്ലാം അവാർഡ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഓക്കെ. യെസ്, ഗോൾഡ് ലെയർഡ് ആണ് ഫുള്ള്. ഇത് ഉണ്ടല്ലോ ആണല്ലേ? എല്ലാം ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള പ്രീമിയം. പ്രീമിയം. ഓക്കെ, എല്ലാ ചാനൽസും ഒക്കെ അവാർഡ് ഫംഗ്ഷൻസിന് എല്ലാം കൊടുക്കുന്നത് നമ്മളുടെ ഇത്തരം പർട്ടിക്കുലർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഏത് ഡിസൈൻ വേണം എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതനുസരിച്ച് ഇവര് അത് ഓർഡർ എടുത്ത് നമുക്ക് ചെയ്ത് തരും. യെസ്, അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സെക്ഷൻ, ഇത് 3-4 ഫ്ലോർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഫ്ലോറിലുള്ളത് റെഗുലർ, ഞാൻ എപ്പോഴും വരുന്നതുകൊണ്ട് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഇതൊക്കെ റെഗുലർ വെയർ, നമ്മളൊക്കെ മറ്റുള്ളവരുടെ നമ്മുടെ ഫാമിലിയിലെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ അമ്മമാർക്കും ഒക്കെ റെഗുലർ ആയിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന, പിന്നെ നോർമൽ ഡേയിലും നമുക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ നല്ല ക്യൂട്ട് ഓരോ ഐറ്റംസ് ഒക്കെയാണ് ഈ ഫ്ലോറിലുള്ളത്. അപ്പൊ ചേച്ചി ഇവിടുത്തെ ഒരു എക്സ്ക്ലൂസീവ് പീസിനെ കുറിച്ചൊക്കെ ഒന്ന് എടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇപ്പൊ എക്സ്ക്ലൂസീവ് പറഞ്ഞ പാലക്കാട്ടിന്റെ ഒന്നും എക്സ്ക്ലൂസീവ് അല്ലാതെ ഇല്ല. ഇപ്പൊ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ്, എന്താണോ ഡയമണ്ടിൽ വരുന്ന പാറ്റേൺസ് അതേപോലുള്ള ഓർണമെന്റ്സ് ആയിരിക്കും കൂടുതലും. എന്നാ ഇപ്പൊ കളർ സ്റ്റോൺസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് പേൾ എന്ന് പറഞ്ഞാലും ഫ്രഷ് വാട്ടർ പേള്, അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിൽ പേൾ, കോറൽ, അതുപോലെ ജേഡ്, റൂബി, എമറാൾഡ് എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും അതിൽ കസ്റ്റമൈസ് ചെയ്ത് സ്ട്രിങ് ചെയ്തോ കെട്ടിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ഉണ്ട്. ഇനി നവരത്ന സ്റ്റോൺസ് ഉണ്ട്. അതിന്റെ എല്ലാം നമുക്ക് കാണിച്ചു തരാം. ഇതെല്ലാം സ്റ്റോണിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാ എടുത്ത് കാണിക്കുക നമ്മൾക്ക്. അപ്പൊ ഇതിലൊക്കെയുള്ള സ്റ്റോൺസിന്റെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇത്രയും അതായത് 7A ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണ ഇമിറ്റേഷനിൽ വരുമ്പോൾ ഈ എ ഒന്നും കാണില്ല, ജസ്റ്റ് ഒരു AD സ്റ്റോൺസ്, അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, AAA തൊട്ടിട്ട് 5A 7A വരുന്ന ഗ്രേഡിലുള്ള സീസഡ് സ്റ്റോൺസ്, ക്യൂബിക് സിർക്കോണിയ സ്റ്റോൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സർട്ടിഫിക്കേഷനും ഉണ്ട് ഇതിനൊക്കെ, സർട്ടിഫൈഡ് സ്റ്റോൺസ്, അതായത് ഗോൾഡിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ ജ്വല്ലറിക്കൊക്കെ എത്ര നാളത്തെ ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറന്റി ആണ് നമ്മൾ നൽകുന്നത്? കാട്ടിന്റെ എല്ലാ പ്രോഡക്ട്സിനും 2 ഇയറിനുള്ളിൽ 1 ടൈം ഫ്രീ സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാലും ലൈഫ് ടൈം പെയ്ഡ് സർവീസ് ഉണ്ട്. ഇനി ഒരു 1 ഇയറിനുള്ളിൽ നമ്മളിപ്പോ ഇത് മേടിച്ചു, കുറച്ച് നാളൊക്കെ ഉപയോഗിച്ചു, ഒരു വർഷമൊക്കെ ഉപയോഗിച്ചു, അത് കഴിയുമ്പോൾ ഇത് വേണേൽ തിരികെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് 50% നമുക്ക് വേറെ ഓർണമെന്റ് ആയിട്ട് മാറ്റിയെടുക്കാം. നമ്മള് സ്വർണം കാരണം ഇതിനകത്ത് ഗോൾഡ് ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ റോ മെറ്റീരിയൽ ആണല്ലോ പോവുള്ളൂ, നമുക്ക് അതിന്റെ ഗോൾഡ് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 50% അത് റീ എടുക്കുന്നുണ്ട്. ഇനി 2 ഇയർ കഴിഞ്ഞാലും 40%, 3 ഇയർ കഴിഞ്ഞാലും 30%, അത് കഴിഞ്ഞാണെങ്കിലും ലൈഫ് ടൈം എന്ന് കൊണ്ടുവന്നാലും നമ്മളൊരു 25% റീസെയിൽ വാല്യൂ ഉണ്ട്. അത് പറക്കാട്ടിന്റെ മാത്രമേ എടുക്കുള്ളൂ അതോ വേറെ? പറക്കാട്ടിന്റെ മാത്രം, കാരണം ബാക്കിയുള്ള ഇമിറ്റേഷൻ ജ്വല്ലറിയിലൊന്നും ഗോൾഡ് കാണില്ല, നമുക്കത് എടുത്തിട്ട് കാര്യമില്ല. പറക്കാട്ടിന്റെ ഓർണമെന്റ്സ് മാത്രം. നമ്മള് ലൈഫ് ടൈം സർവീസ്, ലൈഫ് ടൈം ഇതുപോലെ ഒരു ബൈബാക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ സ്വർണത്തിൽ വരുന്ന ശരിക്കും പറഞ്ഞ ഒരു മേക്കിംഗ് ചാർജ് ഉണ്ടല്ലോ, ആ ഒരു എമൗണ്ടേ വരുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇപ്പൊ കസ്റ്റമൈസ് ചെയ്ത് നമുക്കൊരു ഡിസൈൻ തന്നു കഴിഞ്ഞാല് യൂഷ്വലി ഒരു 2 വീക്സോ എങ്ങനെ അതിന്റെ ഒരു പീരീഡ്? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ. ചിലത് ചിലപ്പോൾ നമുക്ക് 1 വീക്കിൽ കൊടുക്കാനായിട്ട് പറ്റും, ചിലത് ചിലപ്പോൾ 2 മാസം വരെയൊക്കെ, ഓരോ ഡിസൈൻ അനുസരിച്ച്. അതിന്റെ ഒരു സ്പെഷ്യൽ ഇതുണ്ടല്ലോ. ഇപ്പം റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് റിങ്സ് ആണ്. റിങ് എന്ന് പറയുമ്പോൾ അതാ നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഇതേപോലുള്ള റിങ്സ് ഉണ്ട്. ഇനി പേരെഴുതിയ മോതിരങ്ങള്, ആമ മോതിരം, ജെൻസിന് പറ്റിയ റിങ്സ്, നവരത്ന മോതിരം ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതില് വേറെ ഏതെങ്കിലും പാഡിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ റിങ്ങുകളും ഉണ്ട്. പേരെഴുതിയിട്ടുള്ള മോതിരങ്ങളില്ലേ, ഇതൊക്കെ നമ്മുടെ പേരെഴുതി കൊടുക്കുന്ന അങ്ങനെയുള്ള പിന്നെ എല്ലാ മോതിരങ്ങളും ഉണ്ട്. ഇനി ബാംഗിൾസ് ആയിക്കോട്ടെ, ദാ ഇതിനകത്ത് ഇപ്പൊ പറയുവാണ്, ഇതാ ഇത് കണ്ടില്ലേ, ഇതെല്ലാം പേളിന്റെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, റിയൽ പേളാണ് വരുന്നത്. അതുപോലെ തന്നെ കോറല്,
അപ്പൊ ഈ പേളിന്റെ ഒന്നും പിന്നെ കളറും പോയില്ല, റിയൽ പേൾ ആണ് റിയൽ പേളാണ്. റിയൽ എന്താണോ ഗോൾഡിൽ യൂസ് ചെയ്യുന്നത് ആ സെയിം. അതേ സെയിം ആണ്. ഓക്കെ. പിന്നെ ഇതിന്റെയൊക്കെ കെയറിങ് എങ്ങനെയാ, ഇൻസ്ട്രക്ഷൻ അതെങ്ങനെയാ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നുമല്ല, ഉപയോഗിച്ച ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് കോട്ടൺ ക്ലോത്തിൽ ഒന്ന് ഡ്രൈ ചെയ്ത് എടുത്തു വെക്കുക. എത്ര വേണേലും ഡെയിലി വെയർ ചെയ്യാം. പക്ഷേ ഡെയിലി വെയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് 24 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലാണ്. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും സോഫ്റ്റസ്റ്റ് മെറ്റലാണ് 24 ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് തേഞ്ഞു പോകാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. തേയ്മാനത്തിൽ കൂടെ ഇങ്ങനെ ഒരുപാട് ഒരഞ്ഞു കഴിഞ്ഞാൽ ഒരയുന്നിടത്ത് കംപ്ലൈന്റ് വരും. അപ്പൊ നമ്മളത് എത്ര ഊരി വെച്ച് ഉപയോഗിക്കുന്നോ, ഇപ്പൊ വീട്ടിലെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഊരി വെക്കുകയാണെങ്കിൽ ഇത് 10 വർഷമല്ല 20 വർഷമല്ല എത്ര വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇതിന്റെ കളറും പോയില്ല. കളർ പോവില്ല. കളറില്ല ഇതിനകത്ത്, കാരണം ഗോൾഡാണ്. പുറമേ ഉള്ള 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡാണ്. മറ്റ് ഒരു സ്ഥാപനങ്ങളും ഗോൾഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഷോറൂംസ് 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാടുണ്ടല്ലോ പറയുന്നുണ്ട്. പക്ഷെ ആരും ഗോൾഡ് ലെയർ ചെയ്യുന്നില്ല, ലാക്കറാണ് ചെയ്യുന്നത്. ലാക്കർ എന്ന് പറയുന്നത് നമ്മളൊരു കളർ എടുക്കും. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ മെത്തേഡും രണ്ടാ. അപ്പൊ ഈ ഒരു ടെക്നോളജി നമ്മളുടെ കയ്യിൽ അങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഗോൾഡാണ് ലെയർ ചെയ്യുന്നത്. മറ്റതെല്ലാം ചെയ്യുന്നത് ഡൈ ഗോൾഡ് എന്ന് പറയും. അതായത് സ്വർണത്തിന്റെ ഒരു കളർ കൊടുക്കും. എന്നിട്ട് ഇപ്പൊ നമ്മൾ പഴയ ബ്രൗൺ പേപ്പർ ഇട്ട് ബുക്ക് പൊതിഞ്ഞ് ഒരു ഇതുണ്ടല്ലോ, ആദ്യമൊക്കെ പണ്ടത്തെ ഞങ്ങളുടെയൊക്കെ കാലത്തിന് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബ്രൗൺ പേപ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ചെയ്യുന്നു. ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്, അതാണ് ലാക്കർ എന്ന് പറയുന്നത്. ആ ഒരു ടെക്നോളജിയാണ് ഇമിറ്റേഷൻ ജ്വല്ലറിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണ എന്താന്ന് വെച്ചാൽ പഴയ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ ഒന്നേ ഇരുമ്പ് അല്ലെങ്കിൽ നിക്കല്, ക്രോമിയം, അലുമിനിയം ഇതുപോലുള്ള മെറ്റലുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിലും നിക്കല് തന്നെ ചെയ്തിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ഒരു ഡൈ ലാക്കർ കൊടുത്തിട്ട് ലാക്കർ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്റ്റോൺസിനൊന്നും ഒരു കവറിങ് വരുവാണല്ലോ, അപ്പൊ ഒരു പ്രോമിനൻസ് കിട്ടില്ല. ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല, 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് മാത്രമല്ല ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് കളറിൽ പ്രശ്നമില്ല, അലർജി ഉണ്ടാവില്ല, വാഷബിൾ ആണ്. കുറച്ചും കൂടെ ഒരു കോസ്റ്റ് വരും. പക്ഷെ നമ്മൾ എപ്പോഴും ഗോൾഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമുക്ക് ഇമിറ്റേഷൻ ജ്വല്ലറി ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി വൈസ് അതിനെക്കാട്ടിലും കോൺഫിഡൻസി ഉപയോഗിക്കാം, എത്രയോ ബെറ്റർ ആണ്. ഇപ്പൊ ഇത് കണ്ടില്ലേ നമ്മളുടെ പ്രീമിയം ഇതേപോലുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉണ്ട്. ബ്രേസ്ലെറ്റ് ബാങ്കിലൊക്കെ സിമ്പിൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഇത് കണ്ടോ, നല്ല ബ്രേസ്ലെറ്റ്. അതേപോലെ തന്നെ ഇത് കുന്തന്റെ, നമ്മൾ ഗോൾഡിലൊക്കെ നമുക്കില്ലേ അതേപോലത്തെ കുന്തന്റെ. അപ്പൊ ഇതിലൊക്കെ നോക്കിയാല് സ്റ്റോൺസ് കാണുമ്പോ അറിയാം അതിന്റെ ഒരു എന്താണോ ഗോൾഡില്. അതേപോലെ ചേച്ചി ഇപ്പൊ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ സൈസസ് ചിലവർക്കൊക്കെ കൈ വണ്ണമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അപ്പൊ ഏത് സൈസിലുള്ളതാണെങ്കിലും ചെയ്തു തരും കേട്ടോ. സ്ക്രൂ ചെയ്ത് തരണോ അങ്ങനെയും തരാം. വലിയ കൈയുള്ളവർക്ക് ചിലപ്പോ കൈ ഇവിടെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ വണ്ണം കുറവായിരിക്കും. ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടല്ലോ. അപ്പൊ ഓരോ ഐഡിയാസ് ഒക്കെ മനസ്സിലായല്ലോ, അതനുസരിച്ച് അപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി. ഡെയിലി വെയർ ബാംഗിൾസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി വെയർ കളക്ഷൻസ് ആണ്. അപ്പോൾ അതും ഗോൾഡ് ലേഡനി വൈറ്റ് റോഡിയം ചെയ്തു വേണോ, പ്ലെയിൻ വേണോ, ഏത് പറഞ്ഞാലും നമുക്ക് ചെയ്തുതരും. അപ്പൊ ഇവിടെ എല്ലാം നമ്മളിപ്പം ഗോൾഡിൽ പോകുമ്പോൾ നമുക്ക് പ്ലാറ്റിനത്തിന്റെ ആണെങ്കിലും അല്ലെ വൈറ്റ് ഗോൾഡിലാണെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. ഇവിടെ വരുമ്പോ എല്ലാം ഈ ഒരു യെല്ലോയിഷ് ടോൺ ആണോ അതോ വൈറ്റ് ഗോൾഡിലും അവൈലബിൾ? അല്ല, നമ്മള് ഇപ്പൊ ഇത് തന്നെ കണ്ടില്ലേ, ഇത് മിക്സ് ആയിട്ട് വരുന്നത്. ഇനി ഫുൾ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ചെയ്ത് തരും. നമുക്ക് കൂടുതലും വരുന്നത് ഒരു ആന്റിക് ടോണും പിന്നെ ഈ ഒരു യെല്ലോ ഗോൾഡും ആണ് കൂടുതലും. ഡെയിലി വെയർ ഇതേപോലുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇപ്പൊ നല്ല രീതിയിൽ ബ്രൈഡ്സ് എന്ന് പറയുമ്പോ ഇതായിരിക്കും കൂടുതൽ. പിന്നെ ഡെയിലി വെയറിന് ലേഡീസ് ചോദിക്കുന്നത് കൂടുതലും ഈ ഒരു ടൈപ്പാണ്. ഇത് നമ്മുടെ ചേച്ചി, നമ്മൾ പലപ്പോഴും ചേച്ചിനെ ഞങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഫ്രീ ചേച്ചിനെയാണ് കാണിക്കാൻ പറ്റാത്ത. ഫ്രീ ചേച്ചി പല കാലത്തെ ഞങ്ങളെ കണ്ടുമുട്ടാറുള്ളൂ. ഇവിടെ ചേച്ചി എപ്പോഴും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഷൂട്ടിന് ഇതിന് മുമ്പേ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ രേണു സുധിക്ക് ഫ്രീ ചേച്ചി നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തില്ലേ, അത് ചേച്ചിയാണ്, സുനി ചേച്ചിയാണ് അന്ന് കൊണ്ടുവന്ന് തന്നതും ഇട്ട് കൊടുത്തതും എല്ലാം. ഓക്കെ, അപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതേപോലുള്ള ടർക്കിഷ് ഡിസൈൻ ഒക്കെ ഇപ്പൊ നല്ല രീതിയിൽ മൂവ് ആവുന്നതാണ്. പിന്നെ ഈ ടൈപ്പ് ഒക്കെ ഇങ്ങനെ റെഗുലർ വരുന്ന പോലത്തെ. കാണാൻ പോയാൽ ഇന്നൊന്നും ഒരു എപ്പിസോഡിൽ കണ്ടു തീർക്കാൻ പറ്റില്ല. കാരണം ഇത് തന്നെ 3-4 ഫ്ലോസ് ഉണ്ട്, ഒരുപാട്
ഒരുപാട് പണ്ടങ്ങളുണ്ട്, അതൊക്കെയൊന്നുമില്ലേ? എക്സ്ക്ലൂസീവ് വെഡിങ് കളക്ഷൻസ് ഉണ്ട്, പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ട്, ഡയമണ്ട് മാറി നിൽക്കുന്ന പോലത്തെ ഡയമണ്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു എക്സ്ക്ലൂസീവ് പീസസ് ഇല്ലേ, നല്ല കവറിംഗ് ഒക്കെ ഉള്ളേ, അതേപോലത്തെ ഫുൾ സ്റ്റോൺസിലൊക്കെ ഉള്ള ഒരുപാട് നല്ല ഹെവി ജ്വല്ലറീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ചിട്ടൊന്ന് കാണിക്കാം. ഇത് റെഗുലർ വെയർ ടൈപ്പ് താലിമാലകളും ബാക്കിയെല്ലാം ഓക്കെ, സ്റ്റോൺ ചെയിനുകള്, പലതരം പേള് എല്ലാം ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറ്റിയ രീതിയിൽ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, ജുംകാസ് ഉണ്ട്, ജിംകാസ് കുറെ ഉണ്ട്. ഇതെല്ലാം ട്രഡീഷണൽ കളക്ഷൻസ്, പാലക്കാമ എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ളതും ട്രെൻഡി ആയിട്ടുള്ളതും എല്ലാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ കണ്ടു, നിങ്ങൾക്കൊരു ഗോൾഡിൽ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കയ്യിൽ ഇപ്പോൾ അത്രയും പൈസ ഉണ്ടാക്കാനില്ല, സ്വർണത്തിന്റെ ഒക്കെ വില അറിയാലോ, അങ്ങനെയൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പൈസ കുറച്ച് മതിയല്ലോ, നിങ്ങൾ ആ ആഗ്രഹം ആ ഫോട്ടോയുമായിട്ട് പറക്കാട്ടിലേക്ക് വന്നാൽ മതി, നിങ്ങളുടെ ആഗ്രഹം ഇവര് ഫ്രീ ചേച്ചി അത് റെഡിയാക്കി തരും. പിന്നെ ഇവിടെ പെൻഡൻസും കാര്യങ്ങളും അതെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലുള്ള സെക്ഷൻസ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് മേളിലേക്ക് പോവാം. ഇതൊക്കെ നമ്മളുടെ ചെട്ടിനാട് കളക്ഷൻസ് ആണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കാണാനുണ്ട്. ഏത് ടോണിൽ വേണേലും, ഇപ്പൊ ബ്ലാക്ക് ആൻറ്റിക്ക് വേണേലും, ഇനി യെല്ലോയിഷ്, ഓറഞ്ച് ഷെയ്ഡ്, പല ഷെയ്ഡ്സ് ഉണ്ട് ആൻറ്റിക്കില്. അത് ഏത് വേണമെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ കാണുന്ന മാത്രമല്ല, ഇതിന്റെ ഷെയ്ഡ് ഒന്ന് മാറ്റി തരാൻ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് മാറ്റി തരാം. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ പാലക്ക നാഗപടം, ഇതൊക്കെ എന്ന് പറയുമ്പം ഗോൾഡിൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആ സ്റ്റോണിന്റെ ഒരു ഇതും ഒക്കെ ആയിട്ട് 30% ഒക്കെ മേക്കിംഗ് ചാർജും വരും. അപ്പോൾ ഹെവി ആയിരിക്കും. അതിന് പകരം പറക്കാട്ടിന്റെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അതേപോലെ വരുന്ന. കണ്ടോ, എല്ലാ ഷെയ്ഡ്സിലും ഉണ്ട്. പിന്നെ ഇതുണ്ടോ, നല്ല വളഞ്ഞിട്ടുള്ള നാഗപടം, ചെറിയ സിമ്പിൾ ലോക്കറ്റ് സെറ്റ്സ്, ഓർഡിനറി പാലക്ക എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇത് കൊമ്പ് മോഡല്, കളർസ് എല്ലാം ഉണ്ട്. പിന്നെ ഹെവി പാർട്ടി വെയർ ടൈപ്പ് ചോക്കേഴ്സ്, ഇനി ഹെവി നെക്ലേസസ്, ഫുൾ നെക്ക് കവർ ചെയ്യുന്ന ടൈപ്പ് ഹെവി നെക്ലേസസ്, ഇതൊക്കെ കണ്ടില്ലേ, നല്ല ബ്ലൂ സഫയറിന്റെ പോലെ തന്നെ ചെയ്തിരിക്കുന്ന. ഇനി സിമ്പിൾ ആയിട്ട് അമ്മമാർക്കൊക്കെ ഇടാൻ വേണ്ടിട്ട് പേളിന്റെ ഒക്കെ ഇതേപോലുള്ള സെറ്റുകളുണ്ട്. ഏത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇനി വൈറ്റ് ഗോൾഡ് ഫിനിഷില് നേരത്തെ ചോദിച്ചില്ലേ, അതേപോലുള്ള ഫിനിഷില് കളർ സ്റ്റോൺസ് എല്ലാം വരുന്നുണ്ട്. വേണമെങ്കിലും അതൊക്കെ പോയിട്ട് പിന്നെ ഇതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സുകള്, പിന്നെ സാരീസ്, നമ്മൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കും അല്ലെ റിസപ്ഷൻ ഇടുന്നവർക്കൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യാനൊക്കെ പെട്ടെന്ന് തോന്നുമ്പോൾ ഇത്തരത്തിലുള്ള ഷോപ്പിലൊക്കെ വന്നാൽ ട്രഡീഷണൽ സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, ഭയങ്കര ട്രെൻഡി സ്റ്റൈലിഷ് ആയിട്ടുള്ള കിട്ടില്ല എന്ന്. പക്ഷെ പറക്കാട്ട് അവിടെ നമ്മളെ മാറ്റാണ്. ഇത് കണ്ടോ, നല്ല ഇതുപോലത്തെ എത്ര പീസസ് ആണെന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തന്നെ വന്നിട്ട് എന്ത് ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതാണ് ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞത്. ഇതിന്റെയൊക്കെ കുറേ കളേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ എഗെയിൻ ട്രഡീഷണൽ ചെട്ടിനാട് കളക്ഷന്റെ തന്നെ. അതായത് ഉണ്ടോ, നമ്മളുടെ ഒരു എക്സ്ക്ലൂസീവ് ഒരു പ്രൊഡക്റ്റ് ആണ് കഥകളി രൂപം, ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഇതല്ല. അതേപോലുള്ള ഒരുപാട് നെക്ലേസുകൾ, ഇതൊക്കെ പിന്നെ ട്രഡീഷണൽ എന്ന് വേണേ പറയാം. ഇപ്പൊ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ കാറ്റഗറിക്കും പറ്റിയ എല്ലാ ഓർണമെന്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് അത് ഫുൾ അങ്ങോട്ട് ഓർണമെന്റ്സ് ആണ്. ഇനി നമുക്ക് മേളിത്തെ വെഡിങ് സെക്ഷൻ ഒന്ന് കാണാൻ പോവാം. വരും. ഇവിടെ ഫുൾ ഇതൊക്കെയാണ് വെഡിങ് കളക്ഷൻസ് ആണ് ഇവിടെ. ചേച്ചി ഞാൻ വേറെ ചോദിക്കട്ടെ, ഇപ്പൊ വെഡിങ് കളക്ഷൻസ് ശരിയാണ്, ഇത് സ്വർണത്തിന്റെ അത്രയും വിലയൊന്നുമില്ല. ഇതൊക്കെ ഇരിക്കുന്ന കണ്ടില്ല, എത്ര സ്വർണം തന്നെ മാറി നിൽക്കുന്ന പോലെ നല്ല നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷെ ഇത്ര വാങ്ങിക്കഴിഞ്ഞാലും റെഗുലർ യൂസ് ഒന്നും നമ്മൾ ഇത് ഇങ്ങനത്തെ മാലകളൊന്നും യൂസ് ചെയ്യില്ല. അപ്പൊ അന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ മാത്രം ഇട്ടിട്ട് വീണ്ടും ഇത് പോകുമ്പോ അതൊരു വേസ്റ്റ് ഓഫ് മണി ആയി പോകുന്നു ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അന്നത്തെ ഒരു ഡേയില്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്താ പറക്കാട്ട് ചെയ്തു കൊടുക്കണേ? അതിനു വേണ്ടിയായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ബ്രൈഡ്സ് വാങ്ങുന്നതിന് ഞാൻ നമ്മുടെ താഴത്തെ ഫ്ലോറിലെ കണ്ടല്ലോ, അപ്പൊ ആ ഓർണമെന്റ്സിൽ തന്നെയാണെങ്കിലും നമ്മള് ശരിക്ക് ഇപ്പൊ ബ്രൈഡ്സ് വാങ്ങിക്കൊണ്ടുപോയി ഒരു 10% മാത്രം കുറച്ചിട്ട് നമ്മള് ബാക്കി എമൗണ്ടിന് എന്ത് ഓർണമെന്റ് ആയിട്ട് വേണേലും, ഇപ്പൊ ഇതേപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള പെൻഡന്റോ അല്ലെ മോതിരോ അങ്ങനെയൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. കല്യാണം കഴിഞ്ഞ് അത് അങ്ങനെ വേണേ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ തന്നെ പൈസ സേവ് ആയി. 1,00,000 രൂപയുടെ വാങ്ങിക്കൊണ്ട് പോയാലും ആകെ 10,000 രൂപ മുടക്കിന്ന് കരുതിയാൽ മതി ആ ഓർണമെന്റ്സിന്. കോൺഫിഡൻസോടുകൂടി ഇടുകയും ചെയ്യാം. അത് കഴിഞ്ഞ് വന്നിട്ട് ഡെയിലി വെയർ കളക്ഷൻസ് ആയിട്ട് മാറ്റിയെടുക്കാം. പിന്നെ അതിന് 50% ആയിട്ട് മാറ്റിയെടുക്കാം. പിന്നെ ഇനി അതും പറ്റില്ല, 1,00,000 രൂപ മുടക്കാൻ കയ്യിൽ വേണ്ടേ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ റെന്റൽ
ജ്വല്ലറി കളക്ഷൻസ്. ഇതെല്ലാം റെന്റൽ ജ്വല്ലറീസ് ആണ്. ഡെയിലി റെന്റില് അങ്ങനെയും കൊടുക്കും. ആ, അതായത് ഇപ്പൊ ബ്രൈഡ്സിന് 1 ഡേ മതി, സിമ്പിൾ ഒറ്റ ദിവസത്തെ എന്തിനാ ഇത്രയും വിലയുള്ളതൊക്കെ വാങ്ങി വെക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ, ബഡ്ജറ്റും കാണില്ല. അപ്പോൾ ഇതേപോലെയുള്ള പറക്കാട്ടിന്റെ കളക്ഷൻസ് തന്നെ നമ്മള് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഈ റെന്റിന് കിട്ടുന്നത് ഈ റിസപ്ഷൻ ഉള്ള ടൈപ്പ് ഇങ്ങനത്തേതും ഉണ്ട്, ഇത്തിരി ഹെവി ഉണ്ട്, സിമ്പിളും ഉണ്ട്. സിമ്പിള് ഇനിയിപ്പോ ഗോൾഡൻ ഷെയ്ഡ് വരുന്നതുണ്ട്, ആന്റിക് ഷെയ്ഡ് വരുന്നതുണ്ട്, എല്ലാം ഉണ്ട്. ഇനി എക്കണോമിക് കളക്ഷൻ എന്നും പറഞ്ഞ ഒരു ഇതെല്ലാം എക്കണോമിക് കളക്ഷനിൽ വരുന്ന, അതായത് സിംഗിൾ ഡേ യൂസ് ആണല്ലോ, അത്രയും ഗോൾഡ് ലെയർ ചെയ്ത് ഇതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല പാർട്ടിക്ക്. എന്നാ ഇനി അത് വേണം പിന്നീട് പലപ്പോഴും ഉപയോഗിക്കാനാണ്, ലൈഫ് ടൈം കയ്യിൽ വേണമെങ്കിൽ നമ്മൾ 24 ക്യാരറ്റ് ഗോൾഡ് ലെയർ ചെയ്ത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു എക്കണോമിക് കളക്ഷനിൽ വരുന്ന ഓർണമെന്റ്സ്. സ്റ്റോൺസ് എല്ലാം പറക്കാട്ടിന്റെ സെയിം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ഒരു നല്ല ക്വാളിറ്റി, അപ്പൊ കാണുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും, അത്രയും ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. അത് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനി സെയിൽ പർപ്പസിനും ഉണ്ട്. കുറെ ചെട്ടുനാട് കളക്ഷനും കാണാം അതിന്റെയൊക്കെ. ഇനി അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ചെറിയ, അതായത് 100 രൂപ മുടക്കിയ 50 രൂപയ്ക്ക് മുടക്കിയാലും കിട്ടുന്ന ഓർണമെന്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വളയൊക്കെ 50 രൂപ കൊടുത്താൽ മതി. അല്ലെങ്കിൽ വളയോ പറക്കാട്ടിലോ നെക്ലേസിന് 100 രൂപ മതി റെന്റ് ഔട്ട് ചെയ്യുന്നത്. ഇതേപോലുള്ള ബാംഗിൾസ് ഒക്കെ ഇല്ലേ, അപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മാല നെക്ലേസ് ഇവിടുന്ന് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അത്രയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പറക്കാട്ട് എന്ന് പറയുമ്പോൾ എല്ലാരും ഭയങ്കര കോസ്റ്റ്ലി ആന്ന് വിചാരിക്കും. ഇതുപോലുള്ള വളകളൊക്കെ അത്രേ ഉള്ളൂ റേറ്റ്. ഒരു 50 രൂപ മുടക്കിയ ഒരു വള എടുക്കാം. 50 രൂപയാണ് ഒരു വളയുടെ റെന്റ് എന്ന് പറയണത് ഒരു ദിവസത്തെ. അത്രയും റേറ്റ് തൊട്ടുണ്ട്. അപ്പൊ എന്നാ ശരിക്കും ഗോൾഡ് പോലെ തന്നെ നോക്ക, അതിന്റെ ഫിനിഷിംഗ് കണ്ടോ, നമ്മുടെ ഗോൾഡ് പോലെ തന്നെ ഫിനിഷിങ്ങും. ഇപ്പോ സാധാരണ റെന്റ് ഔട്ട് ചെയ്യുന്ന ഷോപ്പുകളിൽ ഇരിക്കുന്നതിനൊക്കെ ഒരു എന്താ പറയാ, ഒരു ഡാൻസ് ഓർണമെന്റ്സിന്റെ ലുക്ക് ആയിരിക്കും, ഫിനിഷ് കാണില്ല ഒരിക്കലും. ഇതെന്ന് പറയുമ്പോൾ പറക്കാട്ടിന്റെ സെയിം റോ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗോൾഡ് ചെയ്തിട്ടില്ല മാത്രം, ഗോൾഡ് ചെയ്യാതെ ഒരു ആന്റിക് ടച്ച് കൊടുത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഫിനിഷും കാണും, നല്ല ലുക്കായിട്ട്. ബഡ്ജറ്റില് ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യാം. ഡെയിലി വെയർ വേണമെങ്കിൽ പറക്കാട്ടിന്റെ ഗോൾഡ് ചെയ്ത അലർജി ഒന്നും ഇല്ലാത്ത ഓർണമെന്റ്സ് കിട്ടും. അപ്പൊ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ അവരുടെ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അതൊക്കെ നോക്കിയിട്ട് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ബഡ്ജറ്റ് അതിനനുസരിച്ച രീതിയിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പറക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഉപയോഗിക്കാനും പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഇത്രയുള്ള നെക്ലേസുകൾ തൊട്ട് ഉണ്ടല്ലേ, ഇത് തൊട്ട് എല്ലാ ഏത് കളർ കോമ്പിനേഷൻസും ഉണ്ട്. വളരെ സിമ്പിൾ ഒരു ജിമുക്ക മാത്രം വേണം, ജിമുക്ക മാത്രം എടുക്കാം. ജിമുക്കാസിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഹിപ്പ് ചെയിൻ വാങ്ങി വൈറ്റ് റോഡിയം ചെയ്തിട്ടുള്ളതും ഇങ്ങനത്തേതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാം വിചാരിക്കരുത് മഞ്ഞ സ്വർണ്ണം മാത്രം. ഈ ടൈപ്പ് ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തേതും ഉണ്ട്. ബീഡ്സ് വേണോ, ബീഡ്സ് ടൈപ്പ്, ഇതൊക്കെ നമ്മുടെ സാരിക്കും അതേപോലെ ഡ്രസ്സസിനും ഒക്കെ മാച്ച് ചെയ്ത് പോകുന്ന പോലത്തെ സ്കേർട്സിനും ഒക്കെ അതെല്ലാം ഉണ്ട്. ഇങ്ങനെ ഇത്ര ദുൽഹൻ സെറ്റ് ഒക്കെ ഒരുപാട് കളക്ഷൻ ഇരിക്കേണ്ട ബോക്സസിൽ താഴെ ഇരിക്കുവാണ്. അതേപോലെ ഇവിടെ ബേസ് ബെൽറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാടുണ്ട് ഇവിടെ ഇരിക്കണു. ദൈവമേ, ഇവിടെ താഴെ കൊറേ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ നമ്മുടെ നിക്കിടില്ലേ ഇങ്ങനത്തെ വേസ്റ്റ് ബെൽറ്റ് ഒക്കെ പല ഷേപ്പില് പല ഇതില് ഡിസൈനിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹെവി കളക്ഷൻസ് ഇതൊന്നും നമ്മൾ പിന്നീട് ഉപയോഗിക്കില്ലല്ലോ, 1 ഡേ. അതെ, അപ്പൊ അതിന് വേണ്ടിട്ട് ഇതിന്ന് റെന്റ് ഔട്ട് ചെയ്താലും മതി. ചെറിയ എമൗണ്ടുകളെ വരുള്ളൂ. ഇത്രയും രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നതിനെക്കാട്ടിലും അതെ, അതും ചെയ്യാം. ഇപ്പൊ കളർ സ്റ്റോൺസിൽ വരുന്ന എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മൾ കണ്ട പോലത്തെ അവിടെ കണ്ട പോലെ യെല്ലോ ഗോൾഡും ഉണ്ട്, അതും ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ യെല്ലോ ഗോൾഡ് വരുന്ന, യെല്ലോ ആന്റിക് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള അരപ്പട്ടകള്, ചുട്ടി മാട്ടി എല്ലാം ഉണ്ട് കേട്ടോ. ചുട്ടി മാട്ടി എല്ലാം ഉണ്ട്. ചെയിനുകൾ തൊട്ട് എല്ലാം ഉണ്ട്. സ്വർണ്ണക്കടയിൽ നമ്മൾ പോവാണെങ്കിൽ വെഡിങ് ഡേയിൽ ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇട്ടൊക്കെ നോക്കി ചിലർ അങ്ങനെ ഒരു ഡെമോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പൊ സാരിയും ബ്ലൗസും ഒക്കെ ആയിട്ട് ചിലപ്പോ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു അവര് ടെൻഷനിൽ പുറമേ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേര് ദുബായിൽ നിന്നും ഒക്കെ വരുന്നവര്. അവര് ശരിക്ക് ഡ്രസ്സ് ചിലപ്പോൾ വന്നിട്ട് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവരും, ബ്ലൗസും സ്കേർട്ട് അല്ലെങ്കിൽ ലെഹങ്കയൊക്കെ പോലെയുള്ളതാണെങ്കിലും അല്ലെങ്കിൽ സാരിയും ബ്ലൗസും ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഇവിടെ വന്ന് നമ്മളുടെ ഫ്ലോർ ഉണ്ട് ഇവിടെ, അവിടെ സ്റ്റുഡിയോയിൽ നിങ്ങൾ അതെ അതെ. അപ്പൊ അതാണ് അവിടെ മെയിൻ ആയിട്ട് അങ്ങനെ ഒരു ഫ്ലോർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അവർക്ക് മേക്കപ്പ് ചെയ്ത് ട്രയൽ ചെയ്യണോ, ഇനി ഫോട്ടോസ് എടുത്ത് കാണണോ, ഇതിനൊക്കെയുള്ള സംവിധാനം ചെയ്യും.
പറഞ്ഞ കസ്റ്റമർ പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം റെഡിയാണ്. നമ്മളുടെ കൂടെ ഒരുപാട് പേര് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് ഡ്രസ്സപ്പ് ചെയ്ത് കൊടുക്കും, മേക്കപ്പ് ചെയ്ത് കൊടുക്കും, സാമ്പിളോ ട്രയലോ ഒക്കെ അടിക്കും, ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കും, ഏത് വേണമെങ്കിലും ഇട്ട് ഫോട്ടോസും ഒക്കെ എടുത്ത് തൃപ്തിയായിട്ട് കൊണ്ടുപോയാൽ മതി. എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്ന് നോക്കിക്കേ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഏരിയ കൂടെ കണ്ടോളൂ. എന്നിട്ട് ഇനിയുണ്ട് ഫ്ലോർ, നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം. അതെ, യെസ് മച്ചേച്ചി. 25 ആകുന്നതിന് മുമ്പേ ഗോൾഡ് ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ പ്രകാശേട്ടനായിട്ട് തുടങ്ങിയതാണ് പറക്കാട്ട്. ഓ, അപ്പൊ 22-ല് തുടങ്ങി. ഇപ്പൊ 35 വർഷമായി. പറക്കാട്ട് എന്ന് പറയുന്ന നമുക്ക് ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു ആദ്യം. അതിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. ആദ്യം പഴയ സ്വർണം എടുക്കുന്ന ചെറിയ പരിപാടിയായിട്ട് തുടങ്ങി. കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോ തന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മള് 2 ഗോൾഡ് ജ്വല്ലറി ഉണ്ടായിരുന്നു. അതിങ്ങനെ നല്ല രീതിയിൽ പോകുമ്പോഴേ ഒരു എക്സിബിഷനിൽ സ്വർണ്ണലോകം എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ കണ്ട് അവിടുത്തെ ഒരു എന്താ പറയാ ഒരു ഗണപതി മൊമെന്റോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓർണമെന്റ് കൺസെപ്റ്റ് കൊണ്ടുവന്നത്. 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്നുമുള്ള മാറ്റം തുടക്കമായിരുന്നു. 25 years ആയി ഈ ഒരു 1 ഗ്രാം തങ്കത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് മാറിയത്. ഓക്കേ. ഇനി ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് ക്യാമറ പുറകിലേക്ക് എന്നാലാണ് പ്രേക്ഷകർക്ക് ഫുൾ കാണാൻ പറ്റുള്ളൂ. ഇതാണ് പറക്കാട്ടിന്റെ റെന്റിനൊക്കെ കൊടുക്കുന്ന സ്റ്റുഡിയോ ഫ്ലോറും കൂടിയാണ്. നമുക്ക് വെഡിങ് ഫോട്ടോസോ അല്ലെങ്കിൽ ചിലർക്കൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഫോട്ടോസും സ്റ്റുഡിയോ ഒക്കെ ഓരോന്നും വേണം, അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ വന്നാൽ പല പല എന്താ പറയാ ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ഫോട്ടോ സെഷനൊക്കെ പറ്റുന്നത് നല്ല നല്ല ഏതൊക്കെ വേണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടെ ഇത് റെന്റിന് കൊടുക്കും. ഞങ്ങൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സ്റ്റുഡിയോ ഫ്ലോർ എന്ന് തന്നെ പറയാം ഇത്. അപ്പോ ഇനിയുണ്ട് മേളിൽ ഒരു ഫ്ലോർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പലതുണ്ട് കേട്ടോ, അവിടെ ഉണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് ഇവിടെ നമുക്ക് ഇത് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെയുള്ള ഒരുപാട് ചാനൽസിന്റെ ഇന്റർവ്യൂവിനൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ നമ്മളുടെ തന്നെ കാണും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അത് കൂടാതെ ഇവിടെ നമ്മൾക്കിപ്പോ ഈ ഒരുപാട് ദൂരെ നിന്നുള്ള കസ്റ്റമേഴ്സ് വരാറുണ്ട്. ചിലപ്പോ മേ ബി കൽപ്പറ്റ അങ്ങനെയൊക്കെയുള്ള അങ്ങേയറ്റം അവിടെ കാസർഗോഡ് അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ വരും. ലേഡീസ് ഒക്കെ ഒരുപാട് ഗോൾഡ് കണ്ടങ്ങനെ ഭ്രമിച്ചിരിക്കും. പക്ഷെ ഈ ജെന്റ്സിനൊന്നും അത്ര പേഷ്യൻസ് ഉണ്ടാവില്ല. ഇവിടെയൊക്കെ വന്ന് ഇവിടെ വന്നിരുന്ന് മേ ബി ഇവിടെ ഒരു കോഫി ടേബിൾ ഒക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് അവര് കോഫിയൊക്കെ കുടിച്ച് അല്ലെ ഇവിടെ അങ്ങനെ ഒരു റിലാക്സേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് ആവശ്യമുള്ളവർക്ക്. ചേച്ചി പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന മേളിലത്തെ ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പും കൂടിയാണ്. ആ ഫ്ലോറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കിച്ചൺ ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എന്തിനാണ് ഇവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ എന്താ നിങ്ങൾ ഫ്ലാറ്റോ സർവീസ് അപ്പാർട്ട്മെന്റോ എന്നൊക്കെ? ചേച്ചി അതിനുള്ള ഒരു ആൻസറും കൂടെ പറഞ്ഞു തന്നെ. 2 കിച്ചൺ ഉണ്ട്. ഒന്ന് ഗ്യാസ് ഒക്കെ ഉള്ള ഒരു കിച്ചൺ താഴെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഇൻഡക്ഷൻ കുക്കറും അത്യാവശ്യം നമുക്ക് പ്യൂരിഫൈഡ് വാട്ടറും ഒക്കെ ആയിട്ട് അത്യാവശ്യം. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഷൂട്ടുകൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ജ്വല്ലറീസും ഒരുപാട് സ്ഥാപനങ്ങൾ. ചിലപ്പം ഈ ജ്വല്ലറികളൊക്കെ ഒരുപാട് പേര് നമ്മളുടെ തന്നെ ഓർണമെന്റ്സ് ഇട്ട്, കാരണം ഡയമണ്ട് ഒക്കെ കൊണ്ടുനടക്കാനൊക്കെ സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഓർണമെന്റ്സ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് തന്നെ ഉപയോഗിച്ച് ഇവിടെ ഷൂട്ടുകൾ വരാറുണ്ട്. താഴത്തെ ഫ്ലോറിലും നേരത്തെ കണ്ടില്ലേ, ആ ഫ്ലോറും ഇതും എല്ലാം യൂസ് ചെയ്തിട്ട് ഷൂട്ട്സ് വരാറുണ്ട്. മോഡൽ ഷൂട്ട് അങ്ങനെയുള്ള എല്ലാത്തിനും. പിന്നെ അതിന് ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രസ്സിംഗ് റൂം ഇവിടെ നമുക്കൊരു ടേബിളും കൂടെ ഉണ്ട്. അതൊന്നും അവിടെ ഒരു ക്ലാസ്സിന് വേണ്ടി അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടാ. അപ്പൊ ഇവിടെ 2 ബ്രൈഡ്സിനെ അറ്റ് എ ടൈം മേക്കപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരാളും കൂടെ, അങ്ങനെ 3 പേർക്ക് ഇവിടെ മേക്കപ്പ് ചെയ്യാം. അത്യാവശ്യം കോസ്റ്റ്യൂംസ് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഹാങ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അതെല്ലാം ഒന്ന് അങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. ഇന്നിപ്പോ കേരളത്തിൽ മാത്രമൊന്നും അല്ല ചേച്ചി, പുറത്ത് എവിടെയൊക്കെയാ ഉള്ളത് പറക്കാട്ട്? നമുക്ക് ബാംഗ്ലൂര്, ഹൈദരാബാദ്, തമിഴ്നാട് എല്ലായിടത്തും ഉണ്ട്. പിന്നെ മലേഷ്യ, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. കുറേ ഉണ്ട്. കേരളത്തിലാണെങ്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും തന്നെ ഉണ്ട്. കേരളത്തിൽ അങ്ങേയറ്റം കാസർഗോഡ്, ഇങ്ങേയറ്റം പാറശാല, എല്ലായിടത്തും ഷോറൂം ഉണ്ട്. എന്തിന് നമ്മുടെ ഈ എറണാകുളത്തെ ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് ഈ ഒരു വുഡ്ലാൻഡ്സ് ജംഗ്ഷൻ, സൗത്തിലെ വുഡ്ലാൻഡ് ജംഗ്ഷനിലുള്ള വലിയൊരു ഷോറൂമാണ്. ഇവിടെ തന്നെ തൊട്ടടുത്തടുത്ത് വേറെയും ഷോറൂം, പത്മ ജംഗ്ഷൻ, കലൂര്, പിന്നെ തൃപ്പൂണിത്തറ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ എല്ലായിടത്തും ഷോപ്പുകൾ. കൗണ്ട് പറയാൻ ചേച്ചിക്ക് അറിയാം എത്ര ഷോറൂം? 136 ഷോറൂമുകളുണ്ട് ഇപ്പം ടോട്ടൽ ഓൾ ഓവർ വേൾഡ്.
136. അപ്പൊ അത് മാത്രല്ല, ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ വന്നാൽ സ്റ്റേക്കുള്ള സൗകര്യം വരെ ഉണ്ടെന്നൊക്കെ. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കാണ് ഓക്കെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ? പറക്കാട്ടിന്റെ എല്ലാ ജ്വല്ലറികളും നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ട്, ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. പിന്നെ സോഷ്യൽ മീഡിയാസ് നല്ല രീതിയിൽ പോകുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. അപ്പോ ഇനി നിങ്ങളുടെയുള്ള നെക്സ്റ്റ് ഒരു വലിയൊരു ബിഗ് പർച്ചേസ്, ഒരു ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയാവട്ടെ അത് പറക്കാട്ടിൽ തന്നെ ആവട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു ഗുണനിലവാരം അല്ലെ, നമ്മുടെ ഫിനിഷ് ക്വാളിറ്റി സർവീസ് നോക്കിയാൽ മതി. അതെ, നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്യാം.